തന്നെയാണ്. അറേബ്യൻ ജനതയുടെ സ്ഥിതി ആലോചിച്ചു നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളവും കാര്യം അങ്ങനെ തന്നെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ഈ സത്യം അവരുടെ മുമ്പാകെ കേൾപ്പിക്കുകയും ചെയ്തപ്പോ, ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് അല്ലേ, ആ സൃഷ്ടാവിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറേബ്യയിലെ ആ കാലഘട്ടത്തിലെ കാഫിറുകളും മുശ്രിക്കുകളും പറഞ്ഞിട്ടില്ല. മുഹമ്മദേ, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഒരുപാട് സൃഷ്ടാക്കളുണ്ടെന്നാണ്, ഒരുപാട് പടച്ചവന്മാരുണ്ടെന്നാണ്. ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലുമൊക്കെ ഒരുപാട് പടച്ചവന്മാരുണ്ട്, ഖാലിഖുകളുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, സൃഷ്ടാക്കളുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ എന്ന് പറയാനാണോ നീ വന്നത് എന്ന് അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ചോദിച്ചില്ല. മറിച്ച് അവരംഗീകരിക്കുകയാണ് സൃഷ്ടാവായിട്ട് ഒന്നേയുള്ളൂ, അല്ലാഹു മാത്രമേയുള്ളൂ. അതേ അവസരത്തിൽ അവർക്കുള്ള തർക്കം എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നത്, അജഅലൽ ആലിഹത ഇലാഹം വാഹിദാ ഇന്ന ഹദാ ലശൈഉൻ ഉജാബ്. എല്ലാ ആരാധ്യന്മാരെയും കൂട്ടിയിട്ട് മുഹമ്മദ് ഒരാരാധ്യനാക്കുകയാണോ? ഇത് വല്ലാത്ത പുതുമയുള്ള സംഗതി തന്നെ എന്നാണ് അവർക്ക് പറയാനുള്ളത്. അപ്പൊ ആരാധ്യന്മാര് പലരുമുണ്ട്, സ്രഷ്ടാവായിട്ടൊരുവനേയുള്ളൂ. ആ കാര്യമാണ് അവർ അംഗീകരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പിന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കൃത്യമായ ആശയം പഠിപ്പിക്കേണ്ടി വന്നതില്ലെന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചുരുക്കി പറയുകയാണ്. കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. അള്ളാഹുവിനെ ഖാലിഖായും സ്രഷ്ടാവായും റാസിഖായും ജീവിപ്പിക്കുന്നവനായും മരിപ്പിക്കുന്നവനായും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്നൊക്കെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാളും പരലോകത്ത് രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് മാത്രം ഒരാളും വിശ്വാസിയാവുകയില്ല. അതുകൊണ്ട് മാത്രം ഒരാളും മുഅ്മിനാവുകയില്ല, സ്വർഗത്തിന് അവകാശിയാവുകയില്ല. മറിച്ച് എന്തുകൂടി അംഗീകരിക്കണം? അല്ലാഹ് ഖാലിഖാണ്, റാസിഖാണ്, മുദബ്ബിറാണ്, മുഹയ്യാണ്, മുമീത്താണ് എന്നൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം അവന്റെ ആ വിശ്വാസം അവന് ഉപകാരപ്പെടണമെങ്കിൽ ആ ഖാലിഖായിട്ടവൻ ആരെയാണോ അംഗീകരിച്ചിട്ടുള്ളത് ആ ഖാലിഖിനെ തന്നെ ആരാധിക്കുകയും ചെയ്യണം. അവനെ അല്ലാതെ മറ്റാരെയും ആരാധിച്ചുകൂടാ. ഇത് പറയാനാണ് കൃത്യമായി നാം നമ്മുടെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ സമയം ചെലവഴിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, അറേബ്യൻ മുശ്രിക്കുകളുടെ ശിർക്ക് എന്താണെന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റേജുകളിൽ നിന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നോ? ഒരു കാര്യമറിയാൻ അതിൻ്റെ എതിരെന്തെന്നറിയണ്ടേ? ഇരുട്ടറിയുന്നവനല്ലേ വെളിച്ചത്തിന്റെ മേന്മയറിയൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് കാണാം. ഇസ്ലാമിന്റെ ഇഴകൾ ഓരോന്നിങ്ങനെ പിരികളിങ്ങനെ ഓരോന്നോരോ നടന്നതില്ലാതാകും. എപ്പോൾ ഇസ്ലാമിൽ വളർന്നു വന്നാൽ, ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്തവര് വളർന്നു വന്നാൽ, ജാഹിലിയത്ത് അറിയുന്നവനെ ഇസ്ലാമിന്റെ മഹത്വം അറിയൂ. അതുകൊണ്ടാണ് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇരുട്ടെന്ത്, ആദർശരംഗത്ത് ജാഹിലിയ അറബികളിലുണ്ടായിരുന്ന ഇരുട്ടെന്ത്, അതറിയുമ്പോഴാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഈ ജനങ്ങളെ ഏതൊരു പ്രകാശത്തിലേക്കാണ് വഴിതെളിയിച്ച് കാണിച്ചു കൊടുത്തത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ആ ജനങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നത്. മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കണമെന്നോ? നാം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നാം മനസ്സിലാക്കുന്നു. നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചവരാണ്, നോമ്പിനെ കുറിച്ച് പഠിച്ചവരാണ്, സക്കാത്തിനെ കുറിച്ച് പഠിച്ചവരാണ്, ഹജ്ജിനെ കുറിച്ച് പഠിച്ചവരാണ്. ഇതിലൊക്കെ തന്നെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് അതിലൊക്കെ ആളുകൾക്ക് വ്യതിയാനം സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്തംഭമായ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ കാര്യം വിശ്വസിക്കുന്നതിലും
അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്നതിലുമൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരുപാട് അപാകതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെ അപാകതകളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ശരിയായ ദീനിലേക്ക് അവരെ ക്ഷണിക്കണം. അതുകൊണ്ടാ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ പറ്റി അതുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഞാൻ ഓർക്കുന്നു. ശിർക്ക്, നമസ്കരിക്കുന്ന, നോമ്പ് ചെയ്യുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന മുസ്ലിമീങ്ങളിൽ ശിർക്ക് എങ്ങനെ വരാനാണ് ചില സഹോദരങ്ങൾക്കുള്ള സംശയം. അതാണ്, എങ്ങനെയായി നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കുകയോ? അത് വെറുതെ ഇവർ പറയുന്നതാണ്, വെറുതെ ശിർക്ക് ആരോപിക്കുകയാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ സമുദായത്തിൽ ശിർക്കിന്റെ ഒരംശവും കാണുന്നില്ല എന്ന നിലക്കുള്ള പ്രചരണം നടക്കുന്നു. മാത്രമല്ല, ശിർക്കാവണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ശിർക്കാവണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോളൂ. ഒരു കാര്യം ശിർക്കാവണമെങ്കിൽ എന്തു ചെയ്യണം? ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ, അതിൽ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്തവൻ എന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള താഴ്മയാണ് ഇബാദത്ത്. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ആദ്യാന്തം മനസ്സിലാകണമെങ്കിൽ ഈ ഒരു വാചകം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. ശിർക്ക് വരണമെങ്കിൽ എന്ത് വേണമെന്നാണ് ഇവിടെ ചില കക്ഷികൾ പറയുന്നത്. തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പേരിൽ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിന്റെ 65-ാമത്തെ പേജിൽ എന്ന് വായിക്കട്ടെ. ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ, അഥവാ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥൻ, അതിൽ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്തവൻ, സ്വമദ് എന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള താഴ്മയാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്താകണമെങ്കിൽ എന്ത് വേണമെന്നാ പറയുന്നത്? ഞാനൊരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ വണങ്ങുന്നുണ്ടെങ്കിൽ എൻ്റേത് ആ ശക്തിക്കോ വ്യക്തിക്കോ ഉള്ള ഇബാദത്താകണമെങ്കിൽ വണങ്ങുന്ന എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം വേണം. എന്താ? വണങ്ങപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് ആ ശക്തി സ്വമദാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത, മറ്റൊന്നിലേക്കും ആവശ്യമില്ലാതെ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമസ്ഥനാണ് എന്ന നിലക്ക് വണങ്ങപ്പെടുന്ന വ്യക്തിയെ, ശക്തിയെക്കുറിച്ച് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ. അഥവാ അല്ലാഹു സ്വമദ്, അല്ലാഹുവാണല്ലോ നിരാശ്രയൻ. അങ്ങനെ ഒരാളിലേക്കും ആശ്രയമില്ലാതെ, ഒരാളുടെയും സഹായം ആവശ്യമില്ലാതെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുള്ള സാക്ഷാൽ ഉടമസ്ഥനാണെന്നും ആ നിലക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരാളോട് വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താലേ അതാ ശക്തിക്കുള്ള ഇബാദത്താവുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പ്രചരണം ശക്തമായി നാടൊട്ടാകെ നടത്തിയപ്പോഴാണ് മുജാഹിദുകൾക്ക് പറയേണ്ടി വന്നത്, അറേബ്യൻ ജനതയുടെ ശിർക്ക് ജനങ്ങളെ നിങ്ങൾ പഠിക്കണം. ഈ പറഞ്ഞ നിർവചന പ്രകാരമാണെങ്കിൽ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയതുപോലെ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എങ്കിൽ അറേബ്യൻ ജനതയുടെ ശിർക്കല്ലെന്ന് പറയേണ്ടി വരും. കാരണം എന്തെന്നല്ലേ, ആ സമൂഹം അറേബ്യൻ ജനതയെ സംബന്ധിച്ചു പറയുമ്പോൾ അവരിൽ പല വിശ്വാസക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിലെ മഹാഭൂരിപക്ഷവും സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരാണ്. ഒരു ന്യൂനപക്ഷം സൃഷ്ടാവിനെ നിഷേധിച്ചവരുമുണ്ട്. ദഹിരിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രകൃതിവാദികൾ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ നിരീശ്വര നിർമ്മതവാദികൾ എന്നൊക്കെ പറയാവുന്ന ഒരു ന്യൂനപക്ഷവും അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷവും സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ മരണാനന്തരമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നവരാണ് ഭൂരിപക്ഷമെങ്കിലും അതിനെ അംഗീകരിക്കുന്നവർ ന്യൂനപക്ഷവും അതിലുണ്ട്. അതേപോലെ തന്നെ മലക്കുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗവും അവരിലുണ്ടായിരുന്നു. ഇങ്ങനെ പലതരക്കുള്ള വിശ്വാസക്കാർ അറേബ്യൻ ജനതയിൽ, അറേബ്യൻ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു എങ്കിലും, അറേബ്യൻ കാഫിറുകളിൽ ഉണ്ടായിരുന്നു എങ്കിലും അവരെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വശമുണ്ട്. ഇന്ന തവായിഫൽ മുശ്രിക്കീൻ അത്ബഖൂ വത്തഫഖൂ അലാ അന്നല്ലാഹ ഖാലിഖു ഹൗലാഇ ശുറകാ. അവരെല്ലാവരും
ഐക്യകണ്ഠേന പറഞ്ഞവരാണ്, എല്ലാവരും യോജിച്ച് അഭിപ്രായപ്പെട്ടവരാണ്. ഈ ശരീക്കുകളുടെയൊക്കെ സൃഷ്ടാവ് അള്ളാഹു ആകുന്നു. എന്താ ശരീക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോട് സൃഷ്ടിപ്പിൽ കൂറുള്ളവനെന്നാണോ? അതുപോലെ തന്നെ സംരക്ഷണത്തിൽ കൂറുള്ളവനെന്നാണോ? ആ നിലക്കല്ല. ഇവര് ഖാലിഖ്, ഇവര് ശുറക്കാ, ശരീക്ക് എന്നൊക്കെ പറയുമ്പോ എൻ്റെ സഹോദരന്മാര് തെറ്റിദ്ധരിക്കരുത്. കാരണം ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് കൂറുകാരുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചത്, അഥവാ സൃഷ്ടിപ്പിൽ കൂറുകാരുണ്ട്, അപ്പോ പല സൃഷ്ടാക്കളുണ്ടെന്ന് വിശ്വസിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തും ഹദീസുകൾ പറയുന്നിടത്തുമൊക്കെ ശരീക്കിനെയും ശുറക്കായിനെയും ഒക്കെ പറയുമ്പോ ഇബാദത്ത് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ആരാധന മറ്റുള്ളവർക്കും കൊടുത്തതാണ് അവർ ചേർത്തിട്ടുള്ള ശരീക്ക്. അതല്ലാതെ അള്ളാഹിനെ പോലെ ഒരു ഖാലിഖുണ്ട് എന്ന്, അള്ളാഹിനോട് സൃഷ്ടിപ്പിൽ കൂറുള്ളവര് കൂറുകാരനുണ്ട് എന്നല്ല. അത് വേറെ വിഷയമാണ്. ചുരുക്കി പറയട്ടെ.